ഫ്രണ്ട്സ്, ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ വയറിങ്ങിൽ ഇതിൻ്റെ IR വാല്യൂ, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ മേക്കോ എന്ന് പറയുന്ന ഒരു ടെസ്റ്ററാണ്, ഇൻസുലേഷൻ ടെസ്റ്റർ. അപ്പോൾ ഈ ടെസ്റ്ററുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ എഴുതിയിട്ടുണ്ടാവും. ഇത് 1000 വോൾട്ട് 200 മെഗാ ഓമാണ് ഇതിൻ്റെ വാല്യൂ എന്നുള്ളത്. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഓം കുറഞ്ഞിട്ടുള്ള ഇത് സെലക്ട് ചെയ്യുക. നമുക്ക് വലിയ മെഗാ ഓമിലും വലിയ വോൾട്ടിലൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വാല്യൂസ്, ആക്യുറസി ആയിട്ടുള്ള വാല്യൂസ് ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ വയറിംഗ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അടിക്കുന്നതിന് മുമ്പ്, IR ടെസ്റ്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ പവറും മൊത്തം ഓൾ MCBs എല്ലാം ഓഫ് ആക്കിയിരിക്കണം. അതല്ലെങ്കിൽ നമ്മളെ പവറിലേക്ക് സപ്ലൈ ഉണ്ടെങ്കിൽ നമുക്ക് ആ വയറിൻ്റെയും കൂടി വാല്യൂ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് MCB ടു സ്വിച്ച് ബോർഡ് അതിൻ്റെ വാല്യൂസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ടോട്ടൽ ഈ MCBകൾ കംപ്ലീറ്റ് ഓഫ് ചെയ്തിടുക. അതുപോലെ സ്വിച്ചുകളെല്ലാം ഓൺ ചെയ്തിടുക. അപ്പോൾ സ്വിച്ചുകൾ ഓൺ ചെയ്തിട്ടിട്ട് നമുക്ക് ലോഡിൽ IR ടെസ്റ്റ് നോക്കേണ്ട ആവശ്യമുണ്ട്, ലോഡ് ഇല്ലാതെയും നമുക്ക് ടെസ്റ്റ് നോക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ വാല്യൂസ് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ നമുക്ക് കാണാം. ടെസ്റ്റർ, ഈ മേക്കോൻ്റെ ഈ ടെസ്റ്റർ വെച്ചിട്ട് നമ്മൾ ഈ വയറിങ്ങിൻ്റെ IR വാല്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ IR ടെസ്റ്റ്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ന്യൂട്രും എർത്തും ഒന്ന് ലൂപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അടിച്ച് നോക്കിയതാണ്, എന്നാലും ന്യൂട്രും എർത്തും ഒന്ന് ലൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിച്ചുള്ള നമുക്ക് ആ വാല്യൂ കിട്ടും. ന്യൂട്രും എർത്തും കൂടി ലൂപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഈ സൈഡിലാണ് വരുന്നത്, രണ്ട് സൈഡിലും ന്യൂട്രും എർത്തും വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് ചെയ്യുക, RCCB ട്രിപ്പ് ആവില്ല കേട്ടോ. RCCB ഷോർട്ട് ചെയ്താൽ മാത്രമേ ട്രിപ്പ് ആവുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി എർത്ത് ഡിസ്കണക്റ്റഡ് ആണ് പുറത്ത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ലൂപ്പ് ചെയ്തപ്പോൾ RCCB ട്രിപ്പ് ആവാതെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പിന്നെ RCCB ന്യൂട്രൽ വയർ, നമ്മളത് എർത്ത് വയർ പുറത്ത് ഡിസ്കണക്റ്റഡ് ആണ്. അത് നമ്മൾ ലാസ്റ്റ് നമ്മൾ കാണിക്കും. അപ്പോൾ ഇത് ലൂപ്പ് എർത്തും ന്യൂട്രും കൂടി നമ്മൾ ലൂപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി നമ്മൾ ഓഫ് ചെയ്യണം. RCCB ഓഫ് ചെയ്യണം, 4 പോൾ MCB ഓഫ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ഓൾ MCBs നമ്മൾ ഓഫ് ചെയ്യാണ്. അതല്ലെങ്കിൽ ഈ MCBകൾ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് VDB ആയതുകൊണ്ട് നേരെ RCCB MCB വരെ വന്ന് നിൽക്കും. അപ്പോഴും നമുക്കൊരു വാല്യൂ കിട്ടില്ല. അപ്പോൾ നമ്മളിത് MCBകളെല്ലാം ഓഫ് ചെയ്തിട്ട് സ്വിച്ചസും കംപ്ലീറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. സ്വിച്ചസ് നമ്മൾ ഓഫ് ചെയ്തിട്ടുള്ള ഒരു റീഡിങ്ങും എടുക്കണം, അതുപോലെ തന്നെ ഓൺ ആക്കിയിട്ടുള്ളൊരു ടെസ്റ്റും അടിക്കണം. 2 ടെസ്റ്റ് നമ്മൾ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാം പറഞ്ഞു, എല്ലാ ഇതും ഓഫാക്കിയിട്ടിട്ട് ഈ ഒരു പ്രോബ്, ഏതെങ്കിലും ഒരു പ്രോബ് നമ്മളെ ന്യൂട്രലിൽ കൊടുക്കുക. ന്യൂട്രൽ എർത്ത് ലൂപ്പാക്കിയതുകൊണ്ട് പ്രശ്നമല്ല, ഏതെങ്കിലും ഒന്നിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂസ് നോക്കാം. അപ്പോൾ വാല്യൂ നോക്കാൻ വേണ്ടി നമ്മൾ ഈ സൈഡിലൊരു പുഷ് ബട്ടൺ ഉണ്ട്. ആ പുഷ് ബട്ടൺ അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഈ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കറിയാം. എന്നാലും നമ്മളെ ഇതിൽ കിട്ടുന്ന വാല്യൂസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് എല്ലാ MCBകളും നമ്മൾ നേരത്തെ ഓണിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ ഓഫാക്കുന്നത്. പൊസിഷൻ ഇത് VDB ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ വാല്യൂ ഇത് ഏകദേശം നമുക്കൊരു 89 കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂ കാണാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇത് നമുക്കൊരു 0 ആണുള്ളത്. അപ്പോൾ ആ 0 കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഇൻഡിക്കേറ്റർ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ കുടുങ്ങിയത് നമ്മൾ എന്തായാലും നമുക്ക് നോക്കണം. ആ വയർ നമ്മളൊന്ന് ട്രേസ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ വയറിൽ ഇൻഡിക്കേറ്റർ കയറിയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അത് എന്തായാലും നമുക്ക് നോക്കിയിട്ട് ആ ലൈൻ ഏതാണെന്ന് നോക്കിയിട്ട് അതിലുള്ള ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ ബെല്ലോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കിയിട്ട് മാറ്റണം. അപ്പോൾ അതുകൊണ്ടാണ് ആ വാല്യൂ കുറഞ്ഞ് കാണിക്കുന്നത്. ബാക്കിയൊക്കെ ഏകദേശം 70, 90, 120 അങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് കിട്ടുന്നത് വാല്യൂ. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കിയാലും 112, 120 അങ്ങനത്തെ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്.
അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വാല്യൂ കിട്ടുന്നത്. നമുക്ക് ഏറ്റവും മാക്സിമം കിട്ടേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 40 മെഗാ ഓം കിട്ടിയാൽ തന്നെ, ഈ പുതിയ വയറിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു 40 കിട്ടിയാൽ നമുക്ക് ഓക്കെയാണ്. 40ൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ മേലെ ഇത് നോക്കേണ്ട ആവശ്യമുള്ളൂ. വയറുകളൊക്കെ ട്രേസ് ചെയ്തിട്ട് ഓരോരോ സർക്യൂട്ടുകൾ ട്രേസ് ചെയ്തിട്ട് പിന്നെ സ്വിച്ച് ബോർഡുകൾ അയച്ചിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അതല്ലാത്ത നമ്മളെ വയറ് വലിക്കുമ്പോൾ വയറിൻ്റെ ഇൻസുലേഷൻ പോവുക, അങ്ങനത്തെ കാര്യങ്ങൾക്കും ഈ റെസിസ്റ്റൻസ് കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും നമ്മൾ നോക്കണം. അപ്പോൾ ഇനി നമ്മൾ ഹോൾ MCBs ഒക്കെ ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം നമുക്കൊരു ഇത് കിട്ടി, അതായത് നല്ല ആക്യുറസി ആയിട്ടുള്ളൊരു വാല്യൂ കിട്ടി. നമ്മളെ വയറിങ്ങിൽ പ്രോപ്പറായിട്ട് ലോഡുകളൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒന്ന് മാത്രമേ നമ്മൾ പിടിച്ചിട്ടുണ്ട്, അത് ഒരു ഇൻഡിക്കേറ്ററുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലൈനാണ്. അപ്പോൾ ആ ലൈൻ നമ്മൾ നോക്കിയിട്ട് റെഡിയാക്കുന്നതാണ്. അപ്പോൾ നമ്മളിനി ഇപ്പോൾ RCCB ഇപ്പോൾ ട്രിപ്പ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ടെസ്റ്റ് ബട്ടൺ മാത്രമേ ട്രിപ്പ് ആവുള്ളൂ, അതല്ലാതെ നമുക്ക് ഡയറക്റ്റ് ട്രിപ്പ് ആവില്ല. ഇവിടെ ന്യൂട്രലും എർത്തും കൂടി ലൂപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ആ ലൂപ്പിങ് ഇവിടെ ഇത് നമ്മൾ 6ൻ്റെ 2 എർത്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ കൊടുത്തിട്ടില്ല, ജസ്റ്റ് നമ്മളിവിടെ ഒരു സ്ട്രിപ്പ് വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ആ സ്ട്രിപ്പ് അപ്പോസ്റ്റി ക്ലാമ്പ് വെച്ച് ജോയിൻ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഇതൊന്ന് പതുക്കെ തട്ടിക്കുകയാണ്. അപ്പോൾ ആ തട്ടിക്കുമ്പോൾ അവിടെ ട്രിപ്പ് ആകുന്നുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓണാക്കി. ഇനിയിപ്പോൾ നമ്മൾ അവിടെ തട്ടിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇതിവിടെ ട്രിപ്പാവും ഓൾറെഡി, കാരണം ഇതിവിടെ ലൂപ്പിങ് നമ്മൾ ഊരിയിട്ടില്ലല്ലോ. അപ്പോൾ ട്രിപ്പിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം നമ്മളെ എർത്ത് പ്രോപ്പറാണെന്നുള്ളത്. ഇപ്പോൾ ട്രിപ്പായി. ഇനി നമ്മളിത് പൊക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമതും പൊക്കിയിട്ടുണ്ട്. ഒന്നും കൂടി നമ്മൾ ട്രയൽ അടിക്കുന്നുണ്ട്, അതും ട്രിപ്പായിട്ടുണ്ട്. അപ്പോൾ എർത്ത് പ്രോപ്പറാണ്, അതുകൊണ്ട് ന്യൂട്രൽ എർത്ത് കൊടുക്കാത്തത് കൊണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇനി നമ്മൾ ലിങ്ക് ഊരി ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാര്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഓരോരോ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഡിജിറ്റൽ ഇൻസുലേഷൻ ടെസ്റ്റർ മേക്കോ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ നമുക്ക് ഇതിൽ പറയാനുള്ളത്, നമുക്ക് പുതിയ വയറിങ്ങിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ പഴയ വയറിങ്ങിൽ നമുക്ക് മാക്സിമം നമുക്ക് കിട്ടേണ്ട ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 40 മെഗാ ഓം വരെ നമുക്കൊരു പെർമിസിബിൾ ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. 20 പറയുന്നുണ്ട്, അതായത് 20ൻ്റെ താഴേക്ക് പോയാൽ മാത്രമേ നമ്മൾ കാര്യമായിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്ന്. പക്ഷെ നമുക്കൊരു 40 പിടിക്കാം. 40 മെഗാ ഓം വരെയൊക്കെയാണ്. അതിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സ്വിച്ച് ബോർഡുകളൊക്കെ ട്രേസ് ചെയ്തിട്ട് ഏതൊക്കെ വയറുകളാണ് ഈർപ്പം നിന്ന് ടച്ചായി കിടക്കുന്ന അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതേമാതിരി ഔട്ട് സൈഡിലൊക്കെ പോകുന്ന വയറുകൾ ഉണ്ടെങ്കിൽ ആ വയറുകൾ മണ്ണിൽ കൂടെ വെള്ളമൊക്കെ കയറിയിട്ട് ഈർപ്പം നിൽക്കുന്നുണ്ടെങ്കിലൊക്കെയാണ് ഇങ്ങനത്തെ സംഭവിക്കുക. പിന്നെ ഡാമേജ്, ഇൻസുലേഷൻ ഡാമേജ് വരുന്നതും ഇതിനൊരു കാരണമാണ്. നമുക്ക് മെഗാ ഓം കിട്ടൂല. അപ്പോൾ ഒരു പെർമിസിബിൾ ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 40 മെഗാ ഓമിൻ്റെ മേലേക്കുള്ളതൊക്കെ നമുക്ക് അപ്രൂവൽ ആയിട്ടുള്ളൊരു വാല്യൂ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. പുതിയതാണെങ്കിൽ നമുക്ക് ഫ്രഷ് വയറിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം 100, 120 അങ്ങനെ മുകളിലേക്കാണ് മെഗാ ഓമിൽ പോവുക, നമ്മളെ വാല്യൂ കിട്ടുക. അതേമാതിരി 90, 80. പിന്നെ 0 കിട്ടുന്ന ഏരിയയിൽ, അതായത് 0.0 കിട്ടുന്ന 0.5 ഒക്കെ കിട്ടുന്ന ലീഡുകളൊക്കെ ആ ലീഡുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാം തന്നെ നമ്മൾ ഈ ഇൻസുലേഷൻ ടെസ്റ്റ് അടിക്കുന്നതിന് മുമ്പേ നമുക്ക് ഇൻസുലേഷനുമായിട്ടുള്ള ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്തിട്ടുള്ള ഒക്കെ ഡിസ്കണക്ട് ചെയ്തിടുക, ഒക്കെ ഡയറക്റ്റ് ആക്കുക. അതുപോലെ LED-കളിലേക്ക് ഡയറക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ശരിക്കും ഡിസ്കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കുക. കാരണം നമ്മൾ ഈ LED-കളിലൊക്കെ ഈ ഡയോഡുകളുണ്ട്. ഡയോഡുകളൊക്കെ ഏകദേശം ഒരു സെമി കണ്ടക്ടർമാർ വർക്ക് ചെയ്യുന്ന സാധനമാണ്. കാരണം അത് കറണ്ട് എടുക്കും. അപ്പോൾ അത് കറണ്ട് എടുക്കുന്ന സ്ഥിതിക്ക് നമ്മൾ ഇതിന് 500 വോൾട്ട് DC ഔട്ട്പുട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആക്യുറസി ആയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു വാല്യൂ കിട്ടില്ല. കാരണം ഈ LED-കളിലൊക്കെ കയറി ഇറങ്ങുന്നത് കൊണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റർ ഏറ്റവും വില കുറഞ്ഞൊരു ടെസ്റ്ററാണിത്. പക്ഷേ നമുക്ക് ഹൗസ് വയറിങ്ങിന് ടെസ്റ്റ് ചെയ്യാനിത് ഏറ്റവും ഉപയോഗമുള്ളൊരു സാധനമാണ്. ഇതിലും വില കൂടിയതും ഇതൊക്കെ ഏറ്റവും വില കൂടിയതൊക്കെ ഉണ്ട്. അതായത് ഒരു 10 രൂപ, 15, 20, 30 അങ്ങനെയൊക്കെ പോകുന്നുണ്ട്.
പക്ഷെ നമുക്കൊരു 2200 രൂപ റേഞ്ചിൽ ഒരു സാധാരണക്കാരന് ഒരു വയറിങ്ങിൻ്റെ മേഖലയും തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു ഹൗസ് വയറിങ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഡൊമസ്റ്റിക് പർപ്പസിൽ ഈ 1000 വോൾട്ട് 200 മെഗാ ഓമിൻ്റെ ഒരു ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്ററാണ് ഏറ്റവും നല്ലത്.